ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. സന മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ സന മീഡിയ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് കൂട്ടാക്കിയിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് അടിപൊളിയായിട്ടും നല്ല ടേസ്റ്റി ആയിട്ടും ഈസി ആയിട്ടും ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു മീൻ കറിയും അതുപോലെ തന്നെ ഒരു മീൻ വറുത്തതും കൂടിയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് കടലിലെ കണ്ണനാണ് കേട്ടോ, കടൽ കണ്ണനാണ്. പക്ഷേ ഇതിൻ്റെ വേറെ പേരെന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. അപ്പം ഞങ്ങൾ പറയുന്ന പേരാണ് ഇപ്പം ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പം ആ മീന് ഒരു ചൊവ ഉണ്ടാവുമല്ലോ, കറിയോ അല്ലെങ്കിൽ വറുത്തതൊക്കെ ചൊവയാണെന്നും പറഞ്ഞിട്ട് മിക്ക ചില ആൾക്കാരൊന്നും കഴിക്കൂല, അത് അവർക്ക് ഇഷ്ടമല്ല എന്ന് പറയും. അപ്പോൾ അതിൻ്റെ ഒരു ചൊവയൊന്നും അറിയാണ്ടിരിക്കാനും അതുപോലെ അത് ചൊവയൊന്നും ഇല്ലാണ്ട് കറി വെക്കുകയും വറുക്കുകയും ചെയ്തിട്ട് എങ്ങനെ ചെയ്യാമെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം അല്ലേ. അപ്പം നല്ല അടിപൊളിയായിട്ടുള്ള ടേസ്റ്റുമാണ്. ഈസി ആക്കിയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാനും പറ്റും കേട്ടോ. ഒരുപാട് സമയമൊന്നും ഒരുപാട് ഇതിൻ്റെ മേലെ മെനക്കെടാനൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് എളുപ്പത്തിൽ തന്നെ നമുക്ക് ഈ കറി ഒന്ന് ഉണ്ടാക്കിയെടുക്കാം, ഒട്ടും ചൊവയൊന്നും ഇല്ലാതെ കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള മീൻ ഇതാ ഒക്കെ കഴുകി വൃത്തിയാക്കി ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ ഇതേതാ മീൻ ഞാൻ അത് മേലെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പം അതും കൂടെ നോക്ക്. എന്നിട്ട് ഇതാ അതൊക്കെ കഴുകി വൃത്തിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെന്താ ഇത്രയും ഞാൻ കറിയിലിടൂല. കറിയിൽ ഏത് മീനാണെങ്കിലും കറിയിൽ ഇട്ട മീൻ ഒരുപാട് ഇവിടെ ചിലവാകില്ല. ഇവിടെ വറുത്താലാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടം. അപ്പം അതിന് ഞാൻ കുറച്ച് വറക്കാൻ വേണ്ടിയിട്ട് മാറ്റുന്നുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇപ്പം ഞാൻ ഈ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഒക്കെ കൂടി നമുക്ക് വഴറ്റിയെടുക്കൊന്നും വേണ്ട. അപ്പം അതിനാണ്. അപ്പോൾ ഒരു കുറച്ച് ചുമന്നുള്ളി എടുത്തിട്ട്, അപ്പം ഞാനൊരു 10-12 ചുമന്നുള്ളി എടുത്തിട്ട് ഒന്ന് ചതച്ചെടുത്തു കേട്ടോ. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പെരിഞ്ചീരകവും കൂടെ ചതച്ചതാണ്. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും അതുപോലെ കുറച്ച് ഫിഷ് മസാല എടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ഉലുവ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 5 പച്ചമുളകും പിന്നെ 2 തക്കാളി, കുറച്ച് കറിവേപ്പില. അപ്പോൾ ഇൻഗ്രീഡിയൻസ് നമ്മളെടുത്ത മീനിനനുസരിച്ചിട്ടും പിന്നെ ഒത്തിരി ചേർക്കണ്ടാത്തവരാണെങ്കിൽ അങ്ങനെയൊക്കെ എടുക്കുക കേട്ടോ. അപ്പം ഞാനെടുത്ത മീനിലേക്കുള്ള ഒരളവാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ. അപ്പം ഇനി ഇതെല്ലാം കൂടിയിട്ട് ഒരു പാത്രത്തിലേക്ക്, നമ്മൾ ഏത് പാത്രത്തിലാണ് കറി വെക്കുന്നത് വെച്ചെങ്കിൽ അതിലോട്ട് മാറ്റി കൊടുക്കുകയാണ്. നമ്മൾ വഴറ്റിയിട്ടൊന്നുമല്ല ചെയ്യുന്നത് കേട്ടോ. വഴറ്റി ചെയ്യുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് വേറെയാണ്. നമ്മൾ ഇതുപോലെ ഒരു മുളക് കറി പോലെ വെക്കുമല്ലോ, ആ ഒരു ടേസ്റ്റ് അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ അതാ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള പുളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. ഞാൻ ഗ്യാസ് ഓൺ ചെയ്തിട്ടില്ല കേട്ടോ. നമ്മൾ ആദ്യത്തെ പുളിവെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് ഗ്യാസ് ഓൺ ചെയ്യുക. അതെല്ലാം എന്നുണ്ടെങ്കിൽ നമ്മുടെ പൊടികളും ഒക്കെ അടിക്ക് പിടിക്കും. അപ്പോൾ അത് നല്ലോണം മിക്സ് ചെയ്തിട്ട്, അപ്പോൾ അതിൽ ഇഞ്ചി വെളുത്തുള്ളിയും പെരിഞ്ചീരകം നല്ലോണം അരച്ചെടുത്തിട്ടില്ല, ചതച്ചിട്ടുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ ചുമന്നുള്ളിയും ചതച്ചെടുത്തിട്ടുള്ളൂ. അപ്പോൾ ചുമന്നുള്ളി കുറച്ച് കൂടുതൽ ഇട്ടാലും ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഞാൻ ഒരു 10-12 എടുത്ത്, കാരണം കുറച്ച് മീനും കുറച്ച് കറിയാണ് വെക്കുന്നത്, അതുകൊണ്ടാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഇതാ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അത് നല്ലോണം ഒന്ന് തിളച്ച് ആ തക്കാളി പച്ചമുളകും ജസ്റ്റ് ഒന്ന് ഒരു ഹാഫ് വേവൊക്കെ ഒന്ന് ആയിക്കോട്ടെ കേട്ടോ. നല്ലോണം തിളച്ച ശേഷം നമുക്ക് അതിന് മീനിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇതാ നമ്മുടെ കറി നല്ലോണം തിളച്ചിട്ടുണ്ട്. അപ്പോൾ വറ്റാനൊന്നും നിന്നിട്ടില്ല, നല്ലോണം തിളക്കാൻ വേണ്ടി വിട്ടിട്ടുള്ളൂ കേട്ടോ. ഇത് കണ്ടോ. അപ്പോൾ ഇതിൽ നല്ലോണം തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ മീനിട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ അത്രയും മീൻ അതിൽ നിന്ന് വറക്കാൻ വേണ്ടിയിട്ട് മസാല പുരട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് മീൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ ആ വറക്കാനുള്ള മീനിൽ ചേർത്തിട്ടുള്ളത് ഇഞ്ചി വെളുത്തുള്ളി പെരിഞ്ചീരകം അതുപോലെ ഒരു 4 കറിവേപ്പില അതുപോലെ ചുമന്നുള്ളി, ഇതെല്ലാം കൂടിയിട്ട് നല്ലോണം അരച്ച് പേസ്റ്റ് ആക്കിയിട്ട് ഞാൻ ആ മീനിൽ തേച്ച് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ സോറി, ആ വീഡിയോ അത് മിസ്സായി പോയതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം കൂടി അരച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് നല്ലോണം അരച്ചെടുക്കുക. നമ്മളത് മിക്സിയിലിട്ട് അരക്കുന്ന സമയത്ത് അതിൽ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള പൊടികളും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ആ ഒരു അരപ്പുണ്ടല്ലോ അത് വെച്ചിട്ട് നമ്മുടെ മീൻ മസാല പുരട്ടുക. അപ്പോൾ അതിൽ പെരിഞ്ചീരകമൊക്കെ മസ്റ്റായിട്ടും തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് മസാല പുരട്ടി ഒരു 10-15 മിനിറ്റ് ഒക്കെ ഞാനവിടെ പുറത്ത് വെച്ചിട്ടുള്ളൂ, ഫ്രിഡ്ജിലൊന്നും വെച്ചിട്ടില്ല കേട്ടോ. 10-15 മിനിറ്റ് നമുക്ക് ഈ കറി ആവുന്ന സമയം വരെ ഞാൻ വെച്ചിട്ടുള്ളൂ. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ മീൻ വറുത്തെടുത്തു കേട്ടോ. അപ്പോൾ നമ്മുടെ കറി ആയിട്ടുണ്ട് കണ്ടോ. ഒരുപാട് എന്താ പറയുക കട്ടിയുമല്ല എന്നാൽ ഒരുപാട് ലൂസ് കറിയുമല്ല കേട്ടോ. ആ ഒരു പാകത്തിനുള്ള ഒരു കട്ടിയായിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ കറി അടിപൊളിയായിട്ട് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ടാണ് ചെയ്യേണ്ടത് കേട്ടോ.
അപ്പോൾ എനിക്ക് ഞാൻ വീണ്ടും ഗ്യാസുമ്മ വെക്കാനുള്ളത് കൊണ്ട് ഓഫ് ചെയ്തിട്ടില്ല. അപ്പോൾ 2 കഷ്ണം ഒരു കുഞ്ഞു പീസാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. മല്ലിയില ഒത്തിരി ഇഷ്ടമല്ല മീൻകറിയിലൊന്നും, അതുകൊണ്ടാണ്. പിന്നെ കുറച്ച് കറിവേപ്പില പിച്ചി കീറിയിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുക. മല്ലിയില ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് പച്ചക്ക് തന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കുക. പിന്നെ അത് നമുക്ക് വേണ്ടത് പച്ച വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇത് വറവിട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് വേറൊരു ടേസ്റ്റാണ് കിട്ടുക. നമുക്ക് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് പച്ച വെളിച്ചെണ്ണ ഒഴിക്കുന്ന ഇഷ്ടമല്ല എന്നാണെങ്കിൽ വറവിടാം. വറവിടുമ്പോൾ ഒരു 4 മണി ഉലുവ, ഒരു 4 മണി പെരിഞ്ജീരകം ഇട്ട് അതിലേക്ക് ചുമന്നുള്ളിയും കറിവേപ്പിലൊക്കെ ഇട്ട് മൂപ്പിച്ചാൽ മതി. അപ്പോൾ അതിൽ ഞാൻ വെളിച്ചെണ്ണയും കറിവേപ്പിലയും ഒക്കെ ഇട്ടിട്ട് ഒന്ന് ചുറ്റിച്ച് കൊടുത്തിട്ട് ഞാനിതാ ഇറക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് നമ്മുടെ മീനും കൂടെ ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഞാനിത് ചെറിയ തീയിലിട്ടിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടാണ് വറുത്തെടുക്കുന്നത്. അപ്പോൾ ഒരു ലേശം കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്താന്ന് വെച്ചാൽ നമ്മൾ കുറേ ഉള്ളിയും കാര്യങ്ങളൊക്കെ അരച്ച് ചേർത്തതല്ലേ, അപ്പോൾ പെട്ടെന്ന് തന്നെ അത് നല്ലോണം മുരിഞ്ഞ് ബ്ലാക്ക് കളറായിട്ട് വരും. ചിലപ്പോൾ തീ കൂട്ടിയിട്ടുണ്ടെങ്കിൽ അത് കരിയാനും ചാൻസ് ഉണ്ട് കേട്ടോ, നല്ലോണം അരച്ചതും ഒക്കെ ഉള്ളത് കാരണം തന്നെ. അപ്പം അതുകൊണ്ട് ഫുള്ള് കുറച്ച് വെച്ചിട്ട് സാവധാനമാക്കിയിട്ടാണ് ഒന്ന് വേവിച്ചെടുത്തിട്ടുള്ളത് കേട്ടോ. ഒത്തിരി എണ്ണയും കൂടെ ഒഴിച്ചിട്ടില്ല. അപ്പോൾ അതാ എണ്ണയ്ക്ക് ഞാൻ എല്ലാ ഭാഗത്തേക്കും ഒന്ന് ചുറ്റിച്ചു കൊടുക്കുന്നുണ്ട്. തീ കുറച്ചിട്ടും കൂട്ടിയിട്ടും ഒക്കെ ആയിട്ടാണ് ഞാനൊന്ന് വേവിച്ചെടുത്തത്. അപ്പോൾ അതാ ഒരു ഭാഗം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റേ ഭാഗം ഒന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഒക്കെ മീൻ നമ്മളിപ്പോൾ കായലിലെ മീനും ഒക്കെ കിട്ടുമ്പോൾ ചില മീനുകൾക്ക് വല്ലാത്ത ചുവ ഉണ്ടാവൂലേ. അപ്പോൾ അതൊക്കെ മാറാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലൊക്കെ മസാല പുരട്ടിയാൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ കറിയും അടിപൊളിയായിട്ട് ഇതാ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ മീൻ വറുത്തതും ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടോ. അപ്പോൾ ഇതുപോലെ ഇനി മീൻ കിട്ടുമ്പോൾ ഇത് ചുവയാണെന്നും പറഞ്ഞിട്ട് കഴിക്കാണ്ടിരിക്കണ്ട. കുറച്ച് ഇതുപോലെ സംഭവങ്ങളൊക്കെ ഒന്ന് ചതച്ചിട്ടൊക്കെ ചേർത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറിക്ക് ഒരു പരിധി വരെയൊക്കെ മണം ആ ചുവയൊക്കെ ഒന്ന് മാറിക്കിട്ടും കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോസിൽ പുതിയതായിട്ട് കാണുന്നവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് അടിക്കാനും മറന്നു പോകരുത് കേട്ടോ. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. വീഡിയോസ് മുഴുവനായിട്ടൊന്ന് കാണാൻ വേണ്ടി ശ്രമിക്കണം കേട്ടോ. അപ്പോൾ ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. ഇങ്ങനെ മീൻ കിട്ടുമ്പോൾ അതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.